Dear students, welcome. +1 Commerce with Computer Application വിദ്യാർത്ഥികളുടെ ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 1-ൽ ഇന്ന് മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്നും നമ്മുടെ സിലബസ് പ്രകാരം പരമാവധി 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പൊതു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. +1 കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാമത്തെ മോഡ്യൂളാണ് ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന പാഠം. വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ് ഇത്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് നോൺ ആസ് ഡാഷ്. 1 മാർക്കിന്റെ ചോദ്യം. മാർച്ച് 2018, 2016 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡേറ്റയുടെ മീനിങ്ഫുള്ളും പ്രോസസ്ഡ് രൂപത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരമാണ് ഇൻഫർമേഷൻ. മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രോസസിംഗ് ഇൻപുട്ട് എന്ന് പറയുന്ന ഡേറ്റയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. ദ ഇൻപുട്ട് ഓഫ് ഡേറ്റ പ്രോസസിംഗ് ഈസ് ഡേറ്റ, ദ ഔട്ട്പുട്ട് ഓഫ് ഡേറ്റ പ്രോസസിംഗ് ഈസ് ഇൻഫർമേഷൻ. അങ്ങനെ ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. വിവിധ സ്റ്റെപ്പുകളായിട്ടാണ് ഡേറ്റ പ്രോസസിംഗ് പെർഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് സിംബിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. 1 മാർക്കിന്റെ ചോദ്യം. മാർച്ച് 2019 നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യമാണ്. ഒരു നമ്പർ സിസ്റ്റത്തിലെ സിംബിൾസിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമാണ് റാഡിക്സ് അല്ലെങ്കിൽ ബേസ്. ഇനി നമുക്ക് നമ്പർ സിസ്റ്റവും അതിന്റെ ബേസുകളും ഒന്ന് പരിചയപ്പെടാം. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് 2, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 8, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 16. അങ്ങനെ 4 വ്യത്യസ്തമായ നമ്പർ സിസ്റ്റങ്ങളും ബേസുകളും ഉണ്ട്. ഇനിയും നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ് ഈസ് കോൾഡ് നമ്പർ സിസ്റ്റം എന്ന ഡെഫിനിഷൻ ഉണ്ട്. ഒരു നമ്പർ സിസ്റ്റത്തിൽ ലഭ്യമായ ടോട്ടൽ ഡിജിറ്റുകളെയും റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്നറിയപ്പെടുന്നു. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് റാഡിക്സ് ഓർ ബേസ്. ഇനി മൂന്നാമത്തെ ചോദ്യം. പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഡാഷ്. 1 മാർക്കിന്റെ ചോദ്യം. മാർച്ച് 2017 നടന്ന പൊതു പരീക്ഷയുടെ ചോദ്യമാണ്. പ്രോസസ്ഡ് ഡേറ്റ അറിയപ്പെടുന്ന പേര് എന്നാണ് ഇന്നോട് ചോദ്യം. ഡേറ്റ ഇൻഫർമേഷൻ എന്ന ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ ഇന്ന് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് വളരെയധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഡാഷ് എന്ന ചോദ്യമാണ് നമുക്ക് മാർച്ച് 2017 നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫർമേഷൻ. നേരത്തെ നമ്മൾ ഡേറ്റ പറഞ്ഞു, ഇൻഫർമേഷൻ പറഞ്ഞു. റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ ഈസ് കോൾഡ് ഡേറ്റ എന്നൊരു ഡെഫിനിഷൻ ഡേറ്റയെ കുറിച്ചുണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് റോ ആണ്. യാതൊരുവിധ പ്രോസസിംഗ് ചെയ്യാത്ത ഫാക്ട്സ് അല്ലെങ്കിൽ ഒബ്സർവേഷനെയാണ് ഡേറ്റ എന്നറിയപ്പെടുന്നത്. The word data is derived from the French word datum, which means which is given or fact. ഡേറ്റയുടെ ഒരു ഹിസ്റ്ററി അതാണ്. ഡേറ്റയുടെ ഏകവചനവും ബഹുവചനവും ഡേറ്റ തന്നെയാണ്. അങ്ങനെ പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്നത്. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗാണ് ഡേറ്റ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രോസസിംഗിന്റെ ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ട് ഇൻഫർമേഷനും. ഈ കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസിംഗ് മിഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. എ കമ്പ്യൂട്ടർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഡേറ്റ പ്രോസസിംഗ് മിഷൻ. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് ഇൻസ്ട്രക്ഷന്റെ ഹെൽപ്പോട് കൂടി പ്രോസസ് ചെയ്യുന്ന ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ. നമുക്ക് ഡെഫിനിഷൻ രൂപത്തിൽ പറഞ്ഞാൽ എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് മെഷീൻ വിച്ച് പ്രോസസ് ഡേറ്റ അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കോൾഡ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ സഹായത്തോടു കൂടി ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ഇലക്ട്രോണിക് മെഷീനെയാണ്
കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിൽ ഡേറ്റയുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡേറ്റയുടെ മീനിങ് അറേഞ്ച്ഡുമായ ഫോമാണ്. അങ്ങനെ ഡേറ്റയുടെ മീനിങ് അറേഞ്ച്ഡുമായ ഫോമിനെയാണ് ഇൻഫർമേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇൻഫർമേഷൻ ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഡേറ്റ നേരത്തെ പറഞ്ഞ പോലെ റോ ആണ്, അല്ലെങ്കിൽ റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അതിന് ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ഡേറ്റ പ്രോസസ്സിംഗിന് ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. ഡേറ്റ പ്രോസസ്സിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. അങ്ങനെ ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഈ 4 മാർക്കിന് ചോദ്യം. 4ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? 1 മാർക്കിന്റെ ചോദ്യം. ജൂലൈ 2017 നടന്ന പൊതുപരീക്ഷയുടെ 16 നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യമാണ്. ജൂലൈ 2016 നടന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ചോദ്യമാണ്. കമ്പ്യൂട്ടറിനെ ബ്രെയിൻ ആയിട്ട് പരിഗണിക്കുന്നത് ഏത് പോർഷനാണ്? ഇവിടെ 4 വ്യത്യസ്തമായ ഓപ്ഷനുകൾ വന്നിരിക്കുന്നു. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, മോണിറ്റർ. ശരി ഉത്തരമാണ് ഓപ്ഷൻ എ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന് 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, CPU, ഔട്ട്പുട്ട് യൂണിറ്റ്. അതിൽ CPU എന്ന് പറയുന്ന കമ്പോണന്റ് വളരെ പ്രത്യേകത ഉണ്ട്. അത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന യൂണിറ്റ് ആണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ CPU. CPU ഈസ് കോൾഡ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇനി CPU 3 കമ്പോണന്റ് ആണുള്ളത്. ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അടുത്ത കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ CU, പിന്നീട് രജിസ്റ്റർ എന്നറിയപ്പെടുന്ന മെമ്മറി യൂണിറ്റ്. അങ്ങനെ 3 പാർട്ടുകൾ ചേർന്നാണ് CPU ഫോം ചെയ്യുന്നത്. ഇനി 5ാമത്തെ ചോദ്യം, ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ്. അവിടെ 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നു. 1 മാർക്കിന് ചോദ്യമാണ്. മാർച്ച് 2020 നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യമാണ്. ഹെക്സാഡെസിമൽ നമ്പർസിന്റെ ബേസ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരമാണ് 16. നേരത്തെ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. നമ്പർ സിസ്റ്റത്തെ പൊതുവെ 4ആയി തിരിച്ചിട്ടുണ്ട്: ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. അതിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് 0ഉം 1ഉം യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് 2 ആണ് അതിന്റെ ബേസ്. ഒക്ടലിൽ 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ബേസ് 8 ആണ്. ഡെസിമലിനകത്ത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ബേസ് 10. ഹെക്സാഡെസിമൽ 0 മുതൽ 15 വരെയുള്ള ഡിജിറ്റുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് 60. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന A ആണ്, 11 എന്ന് പറയുന്ന B എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, 12 C, അങ്ങനെ 15 എന്ന് പറയുന്ന F ആണ്. അങ്ങനെ 4 വ്യത്യസ്തമായ നമ്പർ സിസ്റ്റത്തിന് 4 വ്യത്യസ്തമായ ബേസുകളാണ് യൂസ് ചെയ്യുന്നത്. The total digits available in a number system is called base. അല്ലെങ്കിൽ the symbols used in a number system is called base or radix എന്നൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ബേസിന് 2 ഡെഫിനിഷനാണ് ലഭ്യമാകുന്നത്. ബേസിനെ അതിനെ റാഡിക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ 4 വ്യത്യസ്ത നമ്പർ സിസ്റ്റത്തിൽ 4 വ്യത്യസ്തമായ ബേസുകളാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ബൈനറി നമ്പർ സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം. കമ്പ്യൂട്ടർ ഓഫ് എന്ന സ്റ്റേറ്റും ഓൺ എന്ന സ്റ്റേറ്റും ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇനി 6ാമത്തെ ചോദ്യം, CPU ഹാസ് 3 കമ്പോണന്റ്സ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 1 മാർക്കിന്റെ ചോദ്യം. ജൂലൈ 2017 നടന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ചോദ്യമാണ്. അവിടെ CPU-യുടെ 3 കമ്പോണന്റ് ഏതാണെന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞു CPU കൺസിസ്റ്റ് ഓഫ് 3 കമ്പോണന്റ്: ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് CU, പിന്നീട് രജിസ്റ്റർ എന്ന് പറയുന്ന മെമ്മറി. അവിടെ രജിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെമ്മറി യൂണിറ്റ് വിത്തിൻ ദ CPU. CPU-ന്റെ അകത്ത് മെമ്മറി യൂണിറ്റ് ആണ് രജിസ്റ്റർ. രജിസ്റ്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി. അതിന്റെ കമ്പ്യൂട്ടറിലെ ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി ഏത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് രജിസ്റ്റർ. കാരണം
രജിസ്റ്റർ ഈസ് ദ മെമ്മറി ലൊക്കേഷൻ വിത്തിൻ ദ CPU. CPU പറഞ്ഞു ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. CPU-നകത്തെ മെമ്മറി ലൊക്കേഷൻ ആണ് രജിസ്റ്റർ. അതുകൊണ്ട് രജിസ്റ്ററിന്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് വളരെ മൈക്രോ സെക്കൻഡ്സ് ആണ്. അങ്ങനെ വളരെ സ്പീഡ് കൂടിയ ഒരു മെമ്മറി യൂണിറ്റ് ആണ് രജിസ്റ്റർ. വ്യത്യസ്തമായ രജിസ്റ്റേഴ്സിനെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ CPU-ന് 3 കമ്പോണന്റ് ഉണ്ട്: ALU, CU ആൻഡ് രജിസ്റ്റർ. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മിക്കപ്പോഴും ബേസ് അല്ലെങ്കിൽ ഒന്നാമത്തെ പാഠത്തിലെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.